നമ്മുടെ വിഖ്യാത ചലച്ചിത്രകാരൻ ഷാജീൻ കരുണിന് വിട നൽകാനൊരുങ്ങുകയാണ് നാട്. അദ്ദേഹത്തിന്റെ സംസ്കാരം 4 മണിക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ശാന്തി കവാടത്തിലാണ്. ഇന്ന് രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം കലാഭവനിലും വീട്ടിലും പൊതുദർശനം തുടങ്ങുമെന്നും അറിയാൻ കഴിയുന്നു. അർജുൻ രാജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്? നിലവിലെ നിശ്ചയപ്രകാരം 10 മണി മുതൽ കലാഭവനിലാണ്. അങ്ങനെ തന്നെയാണോ നിലവിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? പറയാം വിവരങ്ങൾ. സേതു, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെ വിഖ്യാതനായിട്ടുള്ള മലയാളികളുടെ പ്രിയപ്പെട്ട ഷാജീൻ കരുണിൻ്റെ വിയോഗം ഇന്നലെയാണ് ഉണ്ടായത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കും. അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ പിറവി എന്ന വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് 10 മണിയോടുകൂടി ഇവിടെ നിന്ന് മൃതദേഹം കലാഭവൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പൊതുദർശനം പ്രധാനമായിട്ടും നടക്കുന്നത്. പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ സാംസ്കാരിക ലോകത്തെയും സിനിമാ ലോകത്തെയും ഒക്കെ പ്രമുഖർ ഈ കലാഭവൻ തിയേറ്ററിലായിരിക്കും അദ്ദേഹത്തിനെ ഒരു നോക്ക് അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും എത്തുക. അതിനുശേഷം 12:30 വരെയാണ് പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കും. 4 മണിയോടുകൂടി സംസ്കാരം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടിയായിട്ടായിരിക്കും മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷാജീൻ കരുണിന് കേരളം യാത്രാമൊഴി നൽകുക. 4 മണിയോടുകൂടി ചടങ്ങുകൾ ഉണ്ടാകും. തൈക്കാട് ശാന്തി കവാടത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കലാഭവൻ തിയേറ്ററിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് പ്രമുഖ സിനിമാ നടന്മാരുൾപ്പെടെയുള്ള ആളുകളൊക്കെ അവിടെ എത്തിയിട്ടായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഈ അന്തിമോപചാരം അർപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 10 മണിയോടുകൂടി ഈ വീട്ടിൽ നിന്നും അദ്ദേഹം കലാഭവൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും. വീട്ടിലും ഇതിനോടകം തന്നെ ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. നിരവധിയായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ശരി അർജുൻ.